ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യമ്മി ബോക്സ്. ഇന്നും വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് റൈസ് നൂഡിൽസും കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആണെങ്കിലും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. വളരെ ലൈറ്റായിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഒരു 5 മിനിറ്റ് മാക്സിമം ഇതിനെടുക്കുകയുള്ളൂ ഉണ്ടാക്കാൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസുമാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഒരു 250 ഗ്രാം റൈസ് നൂഡിൽസാണ്. ഡ്രൈ ആയിട്ടുള്ള റൈസ് നൂഡിൽസ്, ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ളത്. പിന്നെ കുറച്ച് എണ്ണ, 1 കപ്പ് കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, കുറച്ച് കടുക്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് റൈസിൻസും കാഷ്യൂ നട്ട്സും, നൂഡിൽസ് കുക്ക് ചെയ്യാൻ നന്നായിട്ട് തിളച്ച കുറച്ച് വെള്ളവും. ഇത്രയും മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ആദ്യം ഒരു വലിയ ബൗളിൽ റൈസ് നൂഡിൽസ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് തിളച്ച വെള്ളം ഇതിലൊഴിക്കുക. ഞാനൊരു കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലൊഴിച്ചിട്ട് ഒരു 1 മിനിറ്റ് അടച്ചു വെക്കുക. ഒരു 1-1.5 മിനിറ്റ് മതി ഈ റൈസ് നൂഡിൽസ് സോഫ്റ്റ് ആവാൻ. അതിൽ കൂടുതൽ സമയം വെക്കണ്ട. അപ്പം അതവിടെ ആവുന്ന സമയത്ത് ഒരു കടായിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാതിരുന്നത്. വറ്റൽമുളകും അതിനുശേഷം സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. പിന്നെ പച്ചമുളക്, ഇഞ്ചി. ഇനി പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ളത് കൊണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. അപ്പോൾ ഈ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് റൈസ് നൂഡിൽസ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിക്കുക റൈസ് നൂഡിൽസും വെള്ളം കൂടി. അപ്പോൾ മാക്സിമം അതിൽ നിന്ന് വെള്ളം ഊർന്ന് പോകണം. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കുക. മസാലയോ പൊടികളോ ഒന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സ്ഥിരം കഴിക്കണ ദോശയും ഇഡ്ഡലിയും അപ്പവും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ നല്ല ചേഞ്ചാണ് ഇത് കഴിക്കുന്നത്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 പിടി റൈസിൻസ് ആണ്. ഇതും ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, നല്ല ടേസ്റ്റാണ് പക്ഷെ ചേർത്താൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആണ്. കുറച്ച് ഉപ്പും കൂടിയുള്ള കാഷ്യൂ നട്ടാണിത്. അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ഇതിനകത്തേക്ക് ഇടണില്ല. ഇനി കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത്രയും മതി. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയാൽ മതി. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കുക. ഇപ്പോൾ റൈസ് നൂഡിൽസിലെ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇടാം. ഇനി ഒരു 1 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ബാക്കി ഈർപ്പം റൈസ് നൂഡിൽസിലുണ്ടെങ്കിൽ അതും കൂടി മാറും. നല്ല ഡ്രൈ ആയിട്ട് വരും. നന്നായി കമ്പൈൻ ചെയ്ത് നല്ല ചൂടിൽ ഇളക്കുക. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റൈസ് നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഒരു ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ഡിഷ് ഇവിടെ എല്ലാവർക്കും വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ റൈസ് നൂഡിൽസ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. സ്ഥിരം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബോറടിക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ഒത്തിരി എളുപ്പമാണിത്. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. കഴിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ആണെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആർക്കാണെങ്കിലും ഉണ്ടാക്കി നോക്കാം.
ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.